പുഷ്പ 2ൻ്റെയും നാർക്കോൻ്റെയും OTT റിലീസ് അപ്ഡേറ്റാണ് നമ്മളിന്ന് അറിയിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഉണ്ണിമുന്തൻ നായകനെ അനീഫ് അദാനി സംവിധാനം ചെയ്ത് ഷെരീഖ് മുഹമ്മദ് ഡയറക്റ്റ് ചെയ്ത ചിത്രമാണ് മാർക്കോ. ചിത്രത്തിനൊരു പോസിറ്റീവ് റെസ്പോൺസാണ് കസ്റ്റമർക്ക് സാധിച്ചത്. പാൻ ഇന്ത്യ റിലീസായിരുന്നു ഈ അടുത്തൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിൻ്റെ OTT റിലീസ് അപ്ഡേറ്റാണെന്ന് ഞാൻ അറിയിക്കാൻ പോകുന്നത്. ചിത്രത്തിന് ഒരു പോസിറ്റീവ് റെസ്പോൺസോ അഥവാ ഒരു വയലൻസോ ആയിട്ടുള്ള ഈ ചിത്രമാണ്. ചിത്രം എന്താ പറയുക, കഴിഞ്ഞ മാസങ്ങളിൽ ലീക്കാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഹിന്ദി പതിപ്പ്. ചിത്രം അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇതിൻ്റെ ഒറിജിനൽ പതിപ്പ് എപ്പോൾ റിലീസാവുന്നതാണ്. അത് നെറ്റ്ഫ്ലിക്സ് ആണ് OTT റിലീസായി വാങ്ങിച്ചിരിക്കുന്നത്. OTT റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സായി. എക്സ്പെക്റ്റഡ് ജനുവരി ലാസ്റ്റ് വീക്ക് അഥവാ 31-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി OTT റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഫെബ്രുവരി 5-നോ ഫെബ്രുവരി ആയിട്ടായിരിക്കും റിലീസ് ചെയ്യുന്നത്. ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്, കമൻറ്റിൽ രേഖപ്പെടുത്തും നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെന്ന്. ഉണ്ണിമുന്തൻ്റെ ചിത്രമായി കുറച്ച് എക്സ്പെക്റ്റഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വന്ന ചിത്രമാണ് മാർക്കോ എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പിൻ ഓഫാണ്. മാർക്കോൻ്റെ സ്പിൻ ഓഫായിട്ട് മുമ്പ് വന്ന ചിത്രമാണ് മൈക്കായൽ. അതിൻ്റെ സ്പിൻ ഓഫാണ് ഈ മാർക്കോ എന്ന് പറഞ്ഞ ചിത്രം. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതും ഒരു പക്ക വയലൻസ് മൂവിയാണ്. നിങ്ങൾ തിയേറ്ററിൽ പോയി മിസ്സാക്കാണ്ട് ഇതുപോലെ കാണുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും പോയി കാണുക. റിവ്യൂ അറിയിക്കുക. ചിത്രത്തിന് വെയിറ്റിംഗ് ആയിട്ട് ഉണ്ടായിരുന്നവർ കമൻറ്റിൽ രേഖപ്പെടുത്തും. അപ്പോൾ ചിത്രത്തിന് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. അത് നമ്മുടെ കൊച്ചിയിൽ നിന്നാണ് ഈ ചിത്രം ഇതാക്കിയത്. അതുകൊണ്ട് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ചിത്രം OTT കാണാൻ ആഗ്രഹിക്കുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യുക. അടുത്ത ചിത്രമാണ് പുഷ്പ 2. അല്ലു അർജുൻ നായകനെ രശ്മി ഹീറോയിനായി എത്തിയ ചിത്രമാണ് പുഷ്പ 2. ഫഹദ് ഫാസിലാണ് വില്ലനായിട്ട് എത്തിയിരുന്നത്. ചിത്രത്തിന് ഒരു ആവറേജ് ഡീസൻറ്റ് പോസിറ്റീവ് റെസ്പോൺസാണ് കസ്റ്റമർക്ക് സാധിച്ചത്. ചിത്രത്തിന് റിലീസ് ചെയ്യാൻ കുറേ പേര് വെയിറ്റിംഗ് ആണ്. അവർക്ക് സന്തോഷം ഓർത്തുണ്ട്. ജനുവരി ലാസ്റ്റ് വീക്കോടെ തന്നെ ഇപ്പോൾ മാർക്കോൻ്റെ ഡേറ്റ് പറഞ്ഞില്ല, ആ ഡേറ്റിലായിരിക്കും ഇത് റിലീസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. എക്സ്റ്റെൻഡഡ് കട്ടായിട്ട് ഇറക്കാനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 3 മണിക്കൂർ 40 മിനിറ്റുള്ള പുതിയ റീലോഡ് വെർഷൻ അവർ OTT എന്തായാലും ഇറക്കുമെന്ന് ഇപ്പോൾ കൺഫേമാണ്. ചിത്രത്തിൻ്റെ OTT വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ചിത്രം എന്താണ് പറയുക, ഒരു പക്ക ആക്ഷൻ മൂവിയാണ്. ഇതും തിയേറ്ററിൽ പോയി മിസ്സാക്കാണ്. നിങ്ങൾ പോയി കണ്ടിട്ടുള്ളവർ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനിയും കുറേ OTT അപ്ഡേറ്റ്സ് അറിയിക്കാനുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യുക. അപ്പോൾ ജനുവരി 30-നോ എന്തായാലും OTT റിലീസ് ചെയ്യും. അത് ഫൈനലൈസ്ഡ് ആണ്. നെറ്റ്ഫ്ലിക്സ് വഴി ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം. ഇനി കുറേ വീഡിയോസ് വരാനുണ്ട്. അതൊക്കെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൻ അടിച്ചമർത്തുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.